പത്തനംതിട്ടയിൽ വൃദ്ധ ദമ്പതികളെ വീടിനുള്ളിൽ പൊള്ളയിട്ട് മരിച്ച നിലയിൽ കണ്ടെത്തി. മല്ലപ്പള്ളി പാടിമൻ സ്വദേശികളായ വർഗീസ്, ഭാര്യ അന്നമ്മ വർഗീസ് എന്നിവരാണ് മരിച്ചത്. അപകടം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണെന്നാണ് സംശയം. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, ഈ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതകൾ ഉള്ളതായി പോലീസ് അറിയിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, ഇന്ന് രാവിലെ 6:30യോടെയാണ് ഇരുവരെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമീപത്ത് ഇവരുടെ ബന്ധു താമസിക്കുന്നുണ്ട്. രണ്ടുപേരെയും പുറത്തേക്ക് കാണാത്തത് കൊണ്ട് തിരക്കി വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് പൊള്ളലേറ്റ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണോ എന്നുള്ള ഒരു സംശയമാണ് നിലവിൽ ഉള്ളത്. അത് സംബന്ധിച്ചിട്ടുള്ള സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ആത്മഹത്യയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപകടം സംഭവിച്ചതാണോ എന്ന കാര്യമാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ഫോറൻസിക് പരിശോധനയും നടത്തുന്നുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും പരിശോധനാ ഫലം വന്നതിന് ശേഷമേ ഉള്ളൂ കൃത്യമായ വിവരം അറിയാൻ കഴിയുമെന്നാണ് പോലീസ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ മകൻ വിദേശത്താണ്. രണ്ടുപേരും പെൺമക്കളെ വിവാഹം കഴിപ്പിച്ച് അയച്ചതാണ്. ഈ വയോധികർ മാത്രമാണ് വീട്ടിലുള്ളത്. തൊട്ട് അടുത്തുള്ള ബന്ധു രാവിലെ വീട്ടിലെത്തി നോക്കുമ്പോഴാണ് രണ്ടുപേരും മരിച്ച നിലയിൽ വീടിനുള്ളിൽ കാണപ്പെടുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവിക, പത്തനംതിട്ടയിൽ നിന്ന് മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.